ഹലോ ഫ്രണ്ട്സ്, PSC ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 10th മെയിൻസ് എക്സാം ആയിരുന്നു. എനിക്ക് അത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. പഠിച്ച് തീരുമില്ലോ എന്ന് ഓർത്തിരുന്ന് പഠിക്കാൻ നന്നായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എക്സാം നല്ല പാടായിരുന്നു എന്ന് വെച്ചാൽ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അറിയാവുന്നത് തന്നെയായിരുന്നു, ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് ആൻസർ ഭയങ്കര കൺഫ്യൂസിങ് ആയിപ്പോയി. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നെഗറ്റീവ് വന്നു. സോ എനിക്ക് മാർക്ക് നന്നായിട്ട് കുറഞ്ഞു. എനിക്ക് ഈ ഒരു ആഴ്ച തന്നെ നല്ല ടെൻഷനായിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് തീർന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് ആകെ തലയ്ക്ക് നല്ല ഒരു കിളി പോയ അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ കോലം ഈ ഒരു അവസ്ഥയാണ്. ആകെ മൈൻഡൊക്കെ ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ വന്ന് കുറേ നേരം ഒറ്റയ്ക്ക് കിടന്നു. അതുകൊണ്ട് ഇപ്പോൾ രാത്രിയായി, നല്ല മഴയായി. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എന്താണ്, വീണ്ടും പഠിക്കണമല്ലേ. അപ്പം നമുക്ക് വീണ്ടും പുതുതായിട്ട് തോന്നിയെന്ന് വീണ്ടും തുടങ്ങണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തല കുളിക്കാമെന്ന് കരുതി. രാത്രി ഞാൻ അങ്ങനെ തല കുളിക്കാറില്ല, പക്ഷേ അത്രയ്ക്കും തലയ്ക്ക് നല്ലൊരു വെയിറ്റ് പോലെ തോന്നുന്നതുകൊണ്ട് തലയ്ക്ക് നന്നായിട്ടൊന്ന് കുളിച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി. നാളെ തൊട്ട് നമുക്ക് വീണ്ടും പഠിക്കണം. ഇനി ഡിഗ്രി പ്രിലിംസും ഇനി ഇങ്ങോട്ട് വീണ്ടും എക്സാംസൊക്കെ വരുവാണ്. അപ്പോൾ ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കണം എന്നുണ്ട്. ഒരു എക്സാം കഴിയുമ്പോൾ തീരുന്നതല്ലല്ലോ, നമ്മൾ വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ നമുക്കുള്ളത് വരും, അല്ലേ? അതെ, എൻ്റെ PSC പഠനം ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇനിയും തുടരും. പക്ഷേ ഇങ്ങനെ ഒരുപാട് നാൾ തുടർന്നുകൊണ്ടേയിരിക്കില്ല. വളരെ കുറച്ച് നാളെ ഇനി തുടരുകയുള്ളൂ. ആ ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്രയും കഷ്ടപ്പെട്ടായാലും നമ്മൾ പഠിക്കുമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് 4-5 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എനിക്കതിന് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ടൈം ആയതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമൊക്കെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രിലിംസിന് ഞാൻ നല്ല രീതിയിൽ പഠിച്ചായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു മാർക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് മെയിൻസ് വന്നപ്പോൾ എനിക്ക് എന്താണ് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റിയില്ല. എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നത്. അറിയുന്ന ക്വസ്റ്റ്യനൊക്കെ നെഗറ്റീവാക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പ്രിലിംസ് ഞാൻ വളരെ കൂളായിട്ടിരുന്ന് എഴുതിയപ്പോഴായിരുന്നു എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത്. ഇന്ന് ഞാൻ ഓവർ ടെൻസ്ഡ് ആയിട്ടിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നു. അപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് 2 ചോക്കോപ്പായൊക്കെ കഴിച്ച് ഞാൻ റിലാക്സ്ഡായി. കംപ്ലീറ്റ്ലി റിലാക്സ്ഡായി വരുന്നു. ഞാൻ ഇവിടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. ഇനി നാളെ മുതൽ വീണ്ടും PSC പഠനം തുടരും. അപ്പോൾ എൻ്റെ മനസ്സിൽ അട്ടഹസിച്ച് പെയ്ത ആ മഴ പെയ്തൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നാളെ മുതൽ വീണ്ടും പഠനം തുടങ്ങണം. ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാം പാടാണെന്ന് കരുതി നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ട. നമുക്കുള്ളത് വരും. ഓരോ അരികിലും അത് കഴിക്കാനുള്ള പേര് എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഓരോ എക്സാമും അത് പാസ്സാവേണ്ട വരെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നിശ്ചയമായിട്ടും അത് നമ്മളായിരിക്കും. ഉറപ്പായിട്ടും ഞാനത് നേടിയിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.